ഏവർക്കും സുപ്രഭാതം. എല്ലാത്തിനും ആരംഭമുണ്ട് എന്നുള്ളതുപോലെ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിനും ആരംഭമില്ലയോ? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നത് മോശ എന്ന് പറയുന്ന പുരുഷനാണ്. അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും വിരിക്കുന്നതിനും മുമ്പേ അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. ദൈവത്തിന്റെ ആരംഭം കണ്ടെത്തുവാനായിട്ട് അഹോരാത്രം അധ്വാനിക്കുന്ന മനുഷ്യ, ദൈവത്തിന്റെ ആരംഭം കണ്ടെത്തുവാൻ കഴിയുകയില്ല. അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. നാം അത് അന്വേഷിക്കുകയും ആരംഭം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിനെയും കാരണം നമുക്കൊരു ആരംഭമുള്ളത് കൊണ്ടാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത ദൈവത്തിന്റെ ആരംഭം കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ട, മറിച്ച് ആ ദൈവം താങ്കളെയും അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ തിരയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം എങ്കിൽ ആ ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഇടയാകട്ടെ. അല്ല, ആ ദൈവം നമ്മുടെ ദൈവമായി തീർന്നല്ലോ എന്നോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കാം. അവിടുത്തെ നാമം മഹിമപ്പെടുമാറാകട്ടെ.